ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിന് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട വേദവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ വെളിപ്പാട് സുവിശേഷം, അത് 3-ാം അധ്യായം 20-ാം വാക്യം. നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയറായിട്ട് ഉള്ള ഒരു വേദവചനം. അത് ഇപ്രകാരം പറയുന്നു: ഞാൻ ഇതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഒരുവൻ എൻ്റെ ശബ്ദം കേട്ട് വാതിൽക്കൽ തുറന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം എന്ന് പറയുന്ന ദൈവം എവിടെയോ കാണാക്കൂടാത്ത സ്ഥലത്തിലിരുന്ന് നമ്മെ അധികാരം ചെയ്യുകയോ നമ്മളെ ഭയപ്പെടുത്തുകയോ ഇതുകൊണ്ട് അത് കൊണ്ട് എന്ന് ചെയ്യാതെ നമ്മോട് കൂടി, നമ്മിൽ ഒരുവനായിട്ട് നമ്മോട് കൂടി, നമ്മളോട് വളരെ ക്ലോസ് ആയിട്ട് ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. വേദവചനം എടുത്ത് നോക്കുമ്പോൾ അബ്രഹാമിനോടും മോശയോടും ദൈവം തൻ്റെ സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു എന്ന് വേദവചനം പറയുന്നു. നോഹയും ഹാനോക്കും ദൈവത്തോട് സഞ്ചരിച്ചു. ദേ വാക്ക് വിത്ത് ഗോഡ്. അങ്ങനെ ഒരു ക്ലോസർ റിലേഷൻ ഇരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു പിതാവിനെ പോലെ നമ്മെ സ്നേഹിക്കാനും, ഒരു മാതാവിനെ പോലെ നമ്മെ സ്നേഹിക്കുവാനും, ഒരു സഹോദരനെ പോലെ നമ്മെ സ്നേഹിക്കുവാനും, നല്ല ഒരു സുഹൃത്തിനെ പോലെ സ്നേഹിക്കുവാൻ, അങ്ങനെ ഒരു ക്ലോസർ റിലേഷൻ ഇരിക്കുവാൻ വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നു. അത് അത്രേ ക്രൈസ്തവ ജീവിതം. അല്ലാതെ ദൈവത്തിനും നമുക്കും ഒരു ബന്ധമില്ലാതെ, ഒരു അടുപ്പമില്ലാതെ, ഒരു വളരെ ദൂരത്തിൽ ഇരിക്കുന്ന ഒരു ജീവിതം ക്രൈസ്തവ ജീവിതമല്ല. അതുമല്ല ദൈവം നമ്മിൽ ഓരോരുത്തരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം. ദൈവത്തോട് അടുത്ത് പഴകുവാനും ദൈവത്തോട് അടുത്ത് ഇടപെടുവാനും നാം ശ്രമിക്കണം. പ്രിയമുള്ളവരെ, വേദവചനം നാം പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവം അനേക കാര്യങ്ങൾ, അനേക സന്ദർഭങ്ങളിൽ തൻ്റെ ഭക്തന്മാരോട് കൂടി സംസാരിച്ചിട്ടുണ്ട്. ആദാമോട് ഹവ്വയോടും ദൈവം സംസാരിച്ചു. ദൈവം അബ്രഹാമോട് സംസാരിച്ചു. നോഹയോട് ദൈവം സംസാരിച്ചു. മോശയോട് ദൈവം സംസാരിച്ചു. ഇന്നും ദൈവഭക്തന്മാരോടും പരിശുദ്ധവാന്മാരോടും ദൈവം സംസാരിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. പിൻപ് ദൈവം തൻ്റെ പ്രവാചക മൂലമായിട്ട് തൻ്റെ ജനങ്ങളോട് ദൈവം സംസാരിച്ചു. ദൈവം തൻ്റെ ദൂതന്മാരെ അയച്ച് ദൈവം സംസാരിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കും. പുതിയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവം ഈ ലോകത്തിൽ 33.5 വർഷം ജീവിച്ചിരുന്നു. 3.5 വർഷം ദൈവം തൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും കൂടി ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സംസാരിക്കുന്ന പോലെ മുഖാമുഖമായിട്ട് ദൈവം സംസാരിച്ചു. പിന്നെയോ ദൈവം കാൽവരി ക്രൂശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ദൈവം പറഞ്ഞത് പ്രകാരമായിട്ട് ദൈവം സ്വർഗത്തിലേക്ക് എഴുന്നള്ളിപ്പോയി നമുക്ക് വാക്ക് തന്ന പരിശുദ്ധാത്മാവോട് ദൈവം ഇന്ന് നമ്മോട് കൂടി സംസാരിക്കുന്നു. ഓരോ ക്രൈസ്ത്യാനികളും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും പരിശുദ്ധാത്മാവോട് കൂടുതൽ സംസാരിക്കുവാനും നാം തയ്യാറാകണം. അതുമാണ് ഒരു ക്രൈസ്തവ ജീവിതം. പ്രിയമുള്ളവരെ, വേദവചനമെടുത്ത് നാം വായിച്ചു നോക്കുമ്പോൾ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവം പറയുമ്പോൾ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. മനുഷ്യൻ പണിഞ്ഞ മന്ദിരത്തിലല്ല, നമ്മുടെ ഹൃദയം അത് അത്ര ദൈവത്തിൻ്റെ ആലയമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന തക്കതായ ഒരു ജീവിതം നാം ജീവിക്കണം. ഒരു വിശുദ്ധിയുള്ള ജീവിക്കണം. ഭാവം നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരുന്നാൽ അവിടെ ദൈവം വസിക്കത്തില്ല. ദൈവം നമ്മെ വിട്ട് കടന്നു പോകും. അങ്ങനെ ഒരു അവസരം കൊടുക്കാതെ നാം ദൈവത്തോട് കൂടി ചേർന്നുള്ള ഒരു ജീവിതം. ദൈവം തൻ്റെ ഭക്തന്മാരോട് സംസാരിക്കുന്നു. ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അതേപോലെ ദൈവം നമ്മുടെ ഭവനത്തിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. നാം നേരത്തെ പറഞ്ഞതുപോലെ ദൈവം ഇതാ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ഒരുവൻ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിന് തുറന്നു കൊടുക്കുമ്പോൾ ദൈവം പ്രവേശിച്ച് ദൈവം നമ്മോടും നാം ദൈവത്തോട് കൂടി അത്താഴം കഴിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഭവനം ദൈവത്തിന് വേണ്ടി നാം ഒരുക്കി കൊടുക്കണം. നമ്മുടെ ഭവനത്തിൽ ദൈവം വന്ന് വസിക്കുവാൻ വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം.
അതിന് തക്കതായ ഒരു വിശുദ്ധി നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഭവനത്തിലും ഉണ്ടായിരിക്കണം. ഞാൻ പല ഭവനങ്ങളിൽ പോകുമ്പോഴും, ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകുന്നത്, ചിലപ്പോൾ എൻ്റെ റിലേറ്റീവ്സിനെ വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി ചില ഭവനങ്ങൾ ചെല്ലുമ്പോൾ, ഒരു ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം, എൻ്റെ കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയോട് കൂടി ചെല്ലും. ആ ഭവനത്തിൽ എത്തിയതും എൻ്റെ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ നോക്കി പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു ശീലം. ചില ഭവനങ്ങൾ ചെല്ലുമ്പോൾ എൻ്റെ ഹൃദയം അങ്ങനെ ഒരു സമാധാനത്താൽ നിറയും. ഒരു ദൈവത്തിൻ്റെ അന്തരീക്ഷം അവിടെ കാണാം, ഒരു വെളിച്ചം അവിടെ കാണാം. അപ്പോൾ ഞാൻ മനസ്സിലാക്കും, ഈ ഭവനത്തിലുള്ളവർ ദൈവഭയമുള്ളവർ, ദൈവത്തെ അന്വേഷിക്കുന്നവർ, നല്ല പ്രാർത്ഥന ജീവിതമുള്ളവർ എന്ന് പറഞ്ഞ് ആ കുടുംബത്തിന് വേണ്ടി ഞാൻ ദൈവത്തിന് നന്ദി പറയും, ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത് എൻ്റെ ഒരു ശീലം. ഒരു സമയം ഒരു ഭവനത്തിൽ ചെന്നപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവിടെ ഹാളിൽ തന്നെ ഒരു വൈറ്റ് ബോർഡ് ഇരിക്കുന്നു, അവിടെ ഒരു വചനം എഴുതി വച്ചിരിക്കുന്നു. ഞാൻ ആ കുടുംബത്തിൽ ഞാൻ അന്വേഷിച്ചു, ആരാത്രി ഇത് എഴുതുന്നത്? ആ കുടുംബത്തിൻ്റെ പിതാവ്. എത്ര നല്ലൊരു കാര്യം! ഒരു കുടുംബത്തിൻ്റെ പിതാവ് തന്നെ ഒരു പ്രാർത്ഥനയുള്ള ജീവിതം നയിക്കുന്നത് എത്ര നല്ലൊരു കാര്യം. അദ്ദേഹം പറയുന്നു, ഞാൻ ഓരോ ദിവസം ഓരോ വാഗ്ദത്തങ്ങൾ അത് എഴുതി വച്ചിരിക്കും. അപ്പോൾ ഞങ്ങൾ നടക്കുമ്പോൾ പോകുമ്പോഴും ആ വാഗ്ദത്തങ്ങളുടെ ആ പ്രോമിസ് ഞങ്ങൾ വായിക്കുകയും ആ പ്രകാരം ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എത്ര നല്ല ഒരു ശീലം! അതേ സമയത്തിൽ ചില വീട്ടിൽ പോകുമ്പോൾ ഒരു അന്ധകാരം, ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. ഹൃദയത്തിലൊരു സമാധാനം എനിക്ക് ലഭിക്കത്തില്ല. അപ്പോൾ ഞാൻ ദുഃഖത്തോടെ മനസ്സിലാക്കും, ആ കുടുംബത്തുള്ളവർ ദൈവത്തെ അന്വേഷിക്കുന്നില്ല, ദൈവഭയമില്ല, ദൈവത്തെ അവർ സ്നേഹിക്കുന്നില്ല, യഥാർത്ഥ ദൈവഭയം ആ കുടുംബത്തിൽ ഇല്ല എന്ന് ആ കുടുംബം മാനസാന്തരപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഒരു ശീലമാകുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം, എപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദമുണ്ടായിരിക്കണം, എപ്പോഴും ദൈവത്തിൻ്റെ മഹത്വപ്പെടുന്ന പാട്ടുകളിലും പ്രസംഗങ്ങളിലും ദൈവിക കാര്യങ്ങൾ ഇരിക്കുന്നത് നല്ല ഒരു കാര്യം. ഞാനൊരു ഭവനത്തെ എനിക്കറിയാം, വളരെ അടുത്ത് എനിക്കറിയാം. ആ ഭവനത്തിൽ നോക്കുമ്പോൾ ഒരു ഫ്രണ്ടിൽ ഒരു റൂം ഡെഡിക്കേറ്റഡ് ആയിരിക്കുന്നു. എന്തിനെന്ന് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് വേണ്ടി മദ്യപിക്കുവാൻ വേണ്ടിയിട്ട് അവരവിടെ പാർട്ടി ഓർഗനൈസ് ചെയ്ത് മദ്യപിച്ച് ദൈവത്തിന് പ്രീതിയില്ലാത്ത പ്രവർത്തികൾ ചെയ്യുന്നു, ദൈവത്തിന് പ്രീതിയില്ലാത്ത വാക്കുകളും പരിഹാസങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഭവനത്തിൽ എങ്ങനെ ദൈവം കടന്നു വരും? അങ്ങനത്തെ ഭവനത്തെ ദൈവം എങ്ങനെ അനുഗ്രഹിക്കും? ആ ഭവനത്തിൽ എടുക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം എങ്ങനെ ഉത്തരം നൽകും? ആ ഭവനക്കാർ എനിക്കറിയാം, അത് ഡെഡിക്കേറ്റഡ് ആയിട്ട് മദ്യപിക്കുവാൻ വേണ്ടി അവർ ഒരുക്കി വച്ചിരിക്കുന്നു. ഞാൻ ചെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ പാട്ട് ബുക്കും ബൈബിളും അവിടെ ഇവിടെ കിടക്കുന്നു. പ്രേയറിന് വേണ്ടി അവർ ഒരു റൂം ഒരുക്കിയിട്ടില്ല. പക്ഷേയോ പാപം ചെയ്യുവാനും ലോകപ്രകാരത്തിനും അങ്ങനെ ചെയ്യുന്നു. മറ്റൊരു ഭവനത്തിൽ ഞാൻ ഒരിക്കൽ വിസിറ്റ് ചെയ്യുമ്പോൾ അവിടെ എൻട്രൻസിലിരുന്ന് ആണുങ്ങൾ കൂടി, ഫ്രണ്ട്സ് കൂടി മദ്യപിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ എങ്ങനെ ദൈവം പ്രസാദിപ്പിക്കും? ദൈവം എങ്ങനെ ആ കുടുംബത്തിൽ കടന്നു വരും? എങ്ങനെ അവിടെ വിടുതൽ ഉണ്ടാകും? പ്രിയമുള്ളവരെ, നാം അങ്ങനെയാകാതെ നമ്മുടെ ഭവനത്തെ ദൈവത്തിന് വേണ്ടി ഒരുക്കണം. ദൈവമേ ഈ ഭവനത്തിൽ കടന്നു വരണമേ ചെയ്യുമ്പോൾ ദൈവം കടന്നു വരികയും നമ്മെ എല്ലാവിധ ആപത്തുകൾ നമ്മൾ വിലക്കി കാക്കുകയും രോഗത്തിൽ നമ്മളെ വിടുവിക്കുകയും നമുക്ക് വേണ്ട നന്മകൾ, നമുക്ക് വേണ്ട വിടുതലുകൾ, നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ അത് ചെയ്യും. പ്രിയമുള്ളവരെ, ചില ഭവനത്തിൽ ഞാൻ നോക്കുമ്പോൾ അവിടെ 24 hours ടി വിയിൽ പ്രസംഗങ്ങളും കേൾക്കാം, ധ്യാനങ്ങൾ കേൾക്കാം, അല്ലെങ്കിൽ മൊബൈലിൽ യൂട്യൂബിൽ പ്രസംഗമൊക്കെ കേൾക്കാം. അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ചില വ്യക്തികൾ എന്തെന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രസംഗം കേട്ടാലും 24 പ്രാർത്ഥന കേട്ടാലും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റവും കാണത്തില്ല. അവരുടെ ജീവിതത്തിൽ നന്മയില്ല. പിശാചിൻ്റെ സ്വഭാവങ്ങളും പൈശാചിക സ്വഭാവങ്ങളും പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചിലരെ എനിക്കറിയാം. നാം വചനത്തെ ഈ കാത് കേട്ട് ഏത് കാട്ട് വിടുന്നുള്ളൂ, നമുക്ക് ഈ കാതിൽ കേട്ട് ഏത് കാതിൽ കൊണ്ട് തള്ളുന്നതുകൊണ്ട് നമുക്ക് ഒരു നന്മയുമില്ല. എത്രമാത്രം നമ്മൾ ചുമ്മാ വെറുതെ പ്രസംഗം കേട്ടാൽ മാത്രം നമുക്ക് ഒരു നന്മയും ലഭിക്കാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലോ ആ പ്രസംഗത്തിൽ പ്രാസംഗികൻ പറയുന്ന, ദൈവ മനുഷ്യൻ പറയുന്ന വചനത്തെ നാം അനുസരിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഏത് ഭാഗത്തിൽ നാം അനുഗ്രഹക്കുറവുണ്ടോ, നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യത്തിൽ നമ്മുടെ അനുസരണ കുറവുണ്ടോ അത് നാം വിട്ടുമാറി ആ വചനത്തെ നാം
ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ മാത്രമാകുന്നു ഒരു അനുഗ്രഹമുണ്ടെന്ന് പ്രിയമുള്ളവരെ. നാം വെറുതെ വചനത്തെ കേൾക്കുന്നവർ മാത്രമല്ലാതെ ആ വചനത്തെ നമ്മൾ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും നമ്മിൽ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്തുകയും അനുസരിക്കേണ്ട കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാകുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം വരുന്ന പ്രിയമുള്ളവരെ. നാം ഏത് വചനമെടുത്ത് നോക്കുമ്പോൾ ഏതൊക്കെ ഭവനത്തിൽ ദൈവം പ്രവേശിച്ചിട്ടുണ്ടോ അവിടെ വിടുതലും നന്മയും ഉണ്ടായിട്ടുണ്ട്. പത്രോസിൻ്റെ വീട്ടിൽ ദൈവം ഒരിക്കൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാതാവിന് ഒരു പനിയാൽ അസുഖത്താൽ ഇരിക്കുന്നു. അവിടെ ദൈവം അവിടെ പ്രവേശിച്ചപടിയാൽ അവർക്ക് രോഗത്തിൽ നിന്ന് വിടുതൽ ഉണ്ടായി. നമ്മുടെ ഭവനത്തിൽ നമ്മുടെ ദൈവത്തിന് നാം സ്ഥാനം കൊടുക്കുമ്പോൾ, ദൈവമേ കടന്നു വരണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് രോഗങ്ങൾ മാറുന്നു. നമുക്ക് പലവിധമായ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിരിക്കും പ്രിയമുള്ളവരെ. അതേപോലെ അന്ന് സഹായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ദൈവത്തിൻ്റെ വിടുതൽ ഉണ്ടായി. അവർക്ക് ദൈവം രക്ഷ കൊടുത്തു പ്രിയമുള്ളവരെ. ഏത് വ്യക്തി ഏത് കുടുംബത്തിൽ നാം ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ആ കുടുംബത്തിന് രക്ഷ കടന്നു വന്നു. അന്ന് മാർത്ത മറിയെ ദൈവത്തിന് അവർ സ്ഥാനം കൊടുത്തപടിയാൽ അവർക്ക് ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. ലാസറസിനെ ദൈവം തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തിന് വേണ്ടി നമ്മുടെ ഭവനം നമ്മൾ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ വലിയ അത്ഭുതങ്ങളും വലിയ വിടുതലുകളും എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചാലും അവിടെയും ഒരു അത്ഭുതം കൊടുക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മുടെ ഭവനത്തെ നാം തുറന്നു കൊടുക്കണം. ദൈവത്തിന് പ്രീതിയില്ലാത്ത ഏതൊക്കെ പാപകാര്യങ്ങൾ നമ്മുടെ ഭവനത്തിൽ ഇരിക്കുന്നു അത് മാറ്റി ദൈവമേ കടന്നു വരണമേ എന്ന് ദൈവത്തെ നാം വിളിക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കും. പ്രാർത്ഥന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഭവനത്തെ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടെ അനുഗ്രഹം ഉണ്ടാകും. അന്ന് ഏലിയ പ്രവാചകനെ താമസിക്കുവാൻ വേണ്ടി ആ സ്ത്രീ ഇടം കൊടുത്തപടിയാൽ ആ സ്ത്രീയുടെ മരിച്ചു പോയപ്പോൾ അദ്ദേഹം ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞിന് ദൈവം ജീവൻ കൊടുത്തു. നാം ദൈവത്തിനും ദൈവിക കാര്യത്തിലും നമ്മുടെ ഭവനത്തെ നാം ഇടം തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരും. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ ഒരു വിടുതല വേണം, നമുക്കൊരു ആവശ്യം വേണം, നമുക്കൊരു അനുഗ്രഹം വേണം, നമ്മുടെ പ്രിയപ്പെട്ടവർ വളരെ സേഫായിട്ട് ഇരിക്കണമെങ്കിൽ ആ ഭവനത്തിൽ ദൈവം ഇരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ഉണ്ടോ അവിടെ വിടുതല ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ മാത്രമല്ല നമ്മുടെ ഭവനത്തെ ദൈവത്തിന് വേണ്ടി നാം തുറന്നു കൊടുക്കുമ്പോൾ ദൈവമേ കടന്നു വരണമേ എന്ന് നാം ചെയ്യണം. അതേപോലെ നമ്മുടെ ഭവനത്തിൽ ഏതൊക്കെ പാപകാര്യങ്ങൾ ഇരിക്കുന്നു അത് നാം എടുത്ത് കളയേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ ഭവനത്തിൽ ഒരു തമാശയും വേണ്ട, ഒരു ദൈവത്തിന് പ്രീതിയില്ലാത്ത വാഗ്ദത്തങ്ങൾ വേണ്ട, മറ്റുള്ളവരെ കുറിച്ച് ഒരു അനാവശ്യ കാര്യങ്ങൾ നാം ചിന്തിക്കാതെ, മറ്റുള്ളവർക്ക് എതിരായിട്ട് ഒന്നും ചർച്ച ചെയ്യാതെ, വിശ്വാസത്തിന് ഏതുവായ കാര്യങ്ങൾ പ്രാർത്ഥനയും അങ്ങനെ കാര്യങ്ങൾ നാം തുറന്നു കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. പ്രിയമുള്ളവരെ, നാം ഇന്ന് തീർച്ചയായിട്ടും ദൈവത്തോട് ചോദിക്കാം, ദൈവമേ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വരണമേ, ഞങ്ങൾ പ്രവേശിക്കാതെ വരണം, എന്ത് പാപം ഇരിക്കുന്നു അത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാം ദൈവത്തിന് വേണ്ടി നമ്മുടെ ഭവനത്തെ തുറന്നു കൊടുക്കുമ്പോൾ ദൈവം അവിടെ വരികയും ദൈവം നമ്മോടും നാം ദൈവത്തോടും അത്താഴം കഴിക്കും. ദൈവം അവിടെ ഇരിക്കുന്ന പടിയാൽ അവിടെ വിടുതലുണ്ട്. ദൈവം അവിടെ ഇരിക്കുന്ന പടിയാൽ അവിടെ അനുഗ്രഹമുണ്ട്. ദൈവം അവിടെ വന്നാൽ അവിടെ കുടുംബത്തിൽ ഒരു വലിയൊരു അനുഗ്രഹമൊന്ന്. ഇവിടെ ഏതോ ഒരു ചിലരുടെ ജീവിതത്തിൽ കുടുംബത്തിൽ പലവിധ പ്രയാസങ്ങൾ, പലവിധ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്നത് കാണുന്നു. പലവിധമായ ഭയങ്ങൾ, ചിലർക്ക് പലവിധമായ ഫ്യൂച്ചർ കുറിച്ച് ഒരു ഭയം, ആശങ്ക ഉണ്ട്. നാം ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ദൈവമേ ഈ ഭവനത്തിൽ കടന്നു വരണമേ. എപ്പോൾ ദൈവം വരുന്നു അപ്പോൾ വെളിച്ചം നമ്മുടെ വീട്ടിൽ ഇറങ്ങി വരും. എപ്പോൾ ദൈവം വരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരും. എപ്പോൾ ദൈവം വരുന്നു അപ്പോൾ വിടുതലയും നന്മയും നമുക്ക് വരും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ഭവനത്തിൽ എന്നേക്കുമായിട്ട് ദൈവം വസിക്കാറാകട്ടെ. നിങ്ങൾ ദൈവത്തോടു കൂടി ഒരു ക്ലോസലായിട്ട് റിലേഷൻസ് ഉണ്ടാകട്ടെ. അപ്പോൾ നിങ്ങളുടെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. വീണ്ടും ഒരു പ്രാവശ്യം, വീണ്ടും ഒരു നല്ല സന്ദേശത്തോടു കൂടി വീണ്ടും വരെ നിങ്ങൾ ഏവർക്കും വേണ്ടി ഞാൻ എൻ്റെ പ്രാർത്ഥനയോട് കൂടെ ഞാൻ ഇവിടെ നിർത്തുന്നു. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ പ്രാർത്ഥനയിൽ ഓർത്ത് ഞാൻ പ്രാർത്ഥിച്ചോളാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.